തൂമഞ്ഞുപോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്ക്. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ പന്തക്കുസ്ത നൽകുന്ന ഒരു ഉറപ്പാണ്, ഒരു പുതിയ ചൈതന്യം ഞാൻ നിങ്ങളിൽ നിക്ഷേപിക്കും, ഒരു പുത്തൻ അഭിഷേകം ഞാൻ നിങ്ങൾക്ക് പകർന്നു നൽകും. അതിനുവേണ്ടി നമ്മുടെ ശിലാഹൃദയത്തെ കർത്താവ് തൻ്റെ വചനത്തിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ ഒരുക്കിയെടുക്കുന്ന ദിനങ്ങളാണിത്. നമ്മളെ ശക്തിപ്പെടുത്തുന്ന, നമ്മളെ വാർത്തൊരുക്കുന്ന അഭിഷേക വചനം ഇതാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 26-27 തിരുവചനങ്ങൾ. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. അതിശക്തമായൊരു അഭിഷേക വചനം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റി മറിക്കുന്ന വചനം. നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ജീവിത അവസ്ഥകളിലേക്ക് നമ്മളെ എടുത്തുയർത്തുന്ന വചനം. ചിലപ്പോഴെങ്കിലും നമ്മളൊന്ന് ആഗ്രഹിക്കാറില്ലേ, എൻ്റെ സ്വഭാവം അല്പം കൂടെ ഒന്ന് മെച്ചമായാൽ കൊള്ളാം, എൻ്റെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റ രീതികൾ അല്പം കൂടെ ഒന്ന് നല്ലതായാൽ കൊള്ളാമെന്ന് വിചാരിക്കാറില്ലേ? നമ്മുടെ സ്വഭാവത്തെ ഒരുപക്ഷെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറ്റാൻ സാധിക്കുകയില്ല എന്ന് വിചാരിക്കുന്ന പാറ പോലെയുള്ള ചില ജീവിത സ്വഭാവ മേഖലകളെ, അഹങ്കാരത്തിൻ്റെ, ഞാനെന്ന ഭാവത്തിൻ്റെ, എന്നെക്കൊണ്ട് തന്നെ എല്ലാം ചെയ്യാൻ സാധിക്കും, എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്നൊക്കെയുള്ള ചില നിഷേധാത്മകമായിട്ടുള്ള ചിന്തകളിൽ നിന്ന് പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്താൽ നമ്മളെ വാർത്തെടുക്കുന്ന അഭിഷേക ദിനങ്ങൾ ആയതിനാൽ പ്രിയമുള്ളവരെ, ഓരോ ദിനത്തിലെ ശുശ്രൂഷകൾ അത്രമേൽ പ്രാധാന്യമുള്ളതാണ്. ഓരോ വചനവും അത്രമേൽ അഭിഷേകമുള്ളതാണ്. വചനം ഏറ്റുപറഞ്ഞ്, വചനം കാണാതെ പഠിച്ച്, വചനം വായിച്ച് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് ഒരു മാംസള ഹൃദയത്തിന്, ഒരു പുതു ചൈതന്യത്തിന്, ഒരു പുത്തൻ അഭിഷേകത്തിന് ഉടമയായി തീരുവാൻ ദൈവമേ ഈ ദിനങ്ങളിലെ ശുശ്രൂഷകളിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നമ്മളിൽ നിന്ന് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ചില ദുശീലങ്ങൾ, ചില അടിമത്തങ്ങൾ, ചില പാപത്തിൻ്റെ ബന്ധനങ്ങൾ, പാറ പോലെ ഉറച്ച ചില തെറ്റായ സ്വഭാവ രീതികൾ, ഈശോ ഇതെല്ലാം എടുത്തു മാറ്റി ഒരു പുത്തൻ അഭിഷേകത്താൽ, പുതു ചൈതന്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ കൃപ തുളുമ്പുന്ന ആശീർവാദത്താൽ ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കണമേ. പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും